ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ സോഷ്യൽ പ്രെഡിക്റ്റ് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ പറയണത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനെയും ഷോർട്ട് വീഡിയോസ്, അതായത് ഓരോ ചാപ്റ്റർ ഇന്ന മിനിറ്റിനുള്ളിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ഹിസ്റ്ററിയാണ് എടുക്കുന്നത്. ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എന്ത്? ഹ്യൂമാനിസം എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? വൈ റിനൈസൻസ് ഇൻ ഇറ്റലി. പിന്നെ ഏതൊക്കെയാണ് ഹ്യൂമാനിസവും അതേപോലെ സ്കോളാസിസവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ റിനൈസൻസേ നമുക്ക് ചിലപ്പോൾ ഒരു വലിയൊരു എന്താ പറയുക എസ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. എന്തൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം? ആർട്ട്, ലിറ്ററേച്ചർ, പെയിന്റിങ്, സ്കൾപ്ചർ എല്ലാം നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. പിന്നെ എന്താണ്? ആർക്കിടെക്ചർ ആൻഡ് സയൻസ്. എന്താ മിസ് സയൻസ് മാത്രം ഇത്ര ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് എഴുതിയിരിക്കുന്നത്? കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ സയൻസ് മാത്രമായിട്ട് നിങ്ങൾക്ക് എസ് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇനി അടുത്തതാണ് റിഫോർമേഷനും അതേപോലെ തന്നെ കൗണ്ടർ റിഫോർമേഷനും. ഇതെല്ലാം ഷോർട്ട് ആക്കിയിട്ട് വേണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഷോർട്ട് ആക്കിയിട്ട് പഠിച്ചാൽ മതി. നമുക്ക് ഓരോ പോയിന്റ്സ് ടൈം നമ്മൾ സെന്റൻസ് ആക്കി എഴുതിയാൽ മതി എക്സാമിന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള വരാൻ ചാൻസ് ഉള്ളത്. ഇനി ജോഗ്രഫിയിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും ഏതോ ചാപ്റ്റർ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ നിന്ന് ഏതൊക്കെയാണ് വരിക നമുക്ക് നോക്കാം. ഒന്നാമത്തെ എലമെന്റ്സ് ഓഫ് വെതർ അല്ലെ, രണ്ടാമത്തെയോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. പിന്നെ ഏതൊക്കെ വരും? അറ്റ്മോസ്ഫിയറിക് പ്രഷറും അതേപോലെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റും നോക്കാണ്ട് പോകരുത്. പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. പിന്നെ എന്തുണ്ട്? കണ്ടൻസേഷൻ ഉണ്ട് അല്ലെ, കണ്ടൻസേഷൻ. പിന്നെന്താ? ടൈപ്സ് ഓഫ് റെയിൻഫോൾസ്. ടൈപ്സ് ഓഫ് റെയിൻഫോളും ചിലപ്പോൾ നമുക്ക് എസ് ചോദിക്കാം, കാരണം കുറെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അതും ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് നോക്കി വെക്കാം. ഇനി നമ്മൾ ഹിസ്റ്ററി ചാപ്റ്റർ 2ലേക്ക് പോവാണ്. ഏതാ നമ്മുടെ ചാപ്റ്റർ? ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്നുള്ള ചാപ്റ്റർ ആണ്. ഒന്നാമത്തെ ടോപ്പിക്കാണ് എക്കണോമിക് ക്രൈസിസ്. രണ്ടാമത്തെയോ ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റം ആൻഡ് മിഡിൽ ക്ലാസ്. പിന്നെ എന്തൊക്കെ നമ്മൾ നോക്കണം? ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ നോക്കണം. അത് നോക്കാണ്ട് പോകരുത് കേട്ടോ. ഇനി അടുത്താണ് കോൺസിക്വൻസ് ഓഫ് റെവല്യൂഷൻ. അത് എനിക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നുണ്ട്. പിന്നെ റിഫോംസ് ഓഫ് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി. പിന്നെയോ മെയിൻ ഐഡിയാസ് ഓഫ് ഡിക്ലറേഷൻ ഹ്യൂമൻ റൈറ്റ്സ്. പിന്നെന്താ? അഡ്മിനിസ്ട്രേഷൻ ഓഫ് നെപ്പോളിയൻ. അതും എനിക്ക് നല്ല രീതിയിൽ തോന്നുന്നുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് തോന്നുന്നുണ്ട്. ഇതും കുറച്ച്. പിന്നെ വിയന്ന കോൺഗ്രസ്, ടെന്നീസ് കോർട്ട്, ഇത് മൊത്തം ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ കൂടി നമുക്കിങ്ങനെ പറയാലോ. അതേപോലെ വിയന്ന കോൺഗ്രസ്, ടെന്നീസ് കോർട്ട്, അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തതാണ് ജോഗ്രഫിയിലെ ചാപ്റ്റർ 2. ഏതാണ്? ക്ലൈമറ്റിക് റീജിയൻ ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച് എന്ന ചാപ്റ്ററിൽ ഏതൊക്കെ വരും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ, രണ്ടാമത്തെ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ, മൂന്നാമത്തെ മെഡിറ്ററേനിയൻ, 4 ഹോട്ട് ഡെസേർട്ട്, സാവന റീജിയൻ, ടൈഗർ തുണ്ട്ര റീജിയൻ, അതേപോലെ തന്നെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററി മൂന്നാമത്തെ നോക്കാൻ നേരത്തെ സോഷ്യൽ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ വലിയ പേരാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഷോർട്ടാക്കി എഴുതിയേ. ഇതിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? ഡെഫിനേഷൻ ഓഫ് സോഷ്യൽ അനാലിസിസ് നോക്കണം. പിന്നെന്താ? കോമൺ സെൻസ് നോളേജ് ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, കോമൺ സെൻസ് നോളേജ് അപ്രോച്ച് ആൻഡ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ച്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെറുതായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ജോഗ്രഫി ചാപ്റ്റർ 4 നോക്കാൻ നേരത്തെ കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് യൂട്ടിലിറ്റി നമുക്ക് ചിലപ്പോൾ മാർക്ക് ചെയ്യാനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൺസ്യൂമർ റൈറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, കൺസ്യൂമർ കോർട്ട്, ഫ്രോഡ്, അതേപോലെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഒന്ന് എന്ത് ചെയ്യുക? നോക്കി വെക്കുക കേട്ടോ.